ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ആചാര്യ അക്കാഡമിയിലോട്ട് സ്വാഗതം. HSST കമ്പ്യൂട്ടർ സയൻസ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി ഡിജിറ്റൽ ലോജിക് എന്ന സെക്ഷനിലെ മിൻ ടേംസ്, മാക്സ് ടേംസ്, സം ഓഫ് പ്രോഡക്റ്റ് ഓഫ് സം എന്നീ ടോപ്പിക്കുകളിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു ക്ലാസ്സാണിത്. അതുകൂടാതെ HSST കമ്പ്യൂട്ടർ സയൻസിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്യുന്ന ഷോർട്ട് വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതുപോലെ കൂടുതൽ വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. HSST എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. HSST കമ്പ്യൂട്ടർ സയൻസിൻ്റെ ഏറ്റവും പുതിയ ബാച്ച് ആചാര്യ അക്കാഡമിയിൽ ആരംഭിച്ചിട്ടുണ്ട്. ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ആചാര്യ അക്കാഡമി ആപ്പ് വഴിയുള്ള റെക്കോർഡഡ് വീഡിയോ ക്ലാസ്സുകളായിരിക്കും. അതിന് പുറമെ PDF സ്റ്റഡി മെറ്റീരിയൽസ്, അതുപോലെ ടോപ്പിക് വൈസ് ടെസ്റ്റുകൾ എന്നിവയെല്ലാം ആപ്പ് വഴി അവൈലബിൾ ആയിരിക്കും. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കുകൾ മിൻ ടേംസ്, മാക്സ് ടേംസ്, കാനോണിക്കൽ റെപ്രസെൻറ്റേഷൻ, ദെൻ SOP ആൻഡ് POS, ദാറ്റ് ഈസ് സം ഓഫ് പ്രോഡക്റ്റ് ആൻഡ് പ്രോഡക്റ്റ് ഓഫ് സം. അപ്പോൾ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് മുൻപായിട്ട് ആദ്യം ലിറ്ററൽസ് എന്താണെന്ന് നോക്കാം. എ ബൈനറി വേരിയബിൾ മേ അപ്പിയർ ഇൻ ഇറ്റ്സ് നോർമൽ ഫോം, ദാറ്റ് ഈസ് എ, ഓർ ഇറ്റ്സ് കോംപ്ലിമെൻറ്റ് ഫോം, ദാറ്റ് ഈസ് എ കോംപ്ലിമെൻറ്റ്, ഈസ് കോൾഡ് ലിറ്ററൽസ്. അതായത് ഒരു ബൈനറി വേരിയബിൾ നോർമൽ ഫോമിലോ അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റ് ഫോമിലോ ഉള്ള ബൈനറി വേരിയബിൾസിനെയാണ് ലിറ്ററൽസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ലിറ്ററൽസ് എന്താണെന്ന് ക്ലിയർ ആയല്ലോ. ദെൻ ഇനി നമുക്ക് മിൻ ടേംസ് എന്താണെന്ന് നോക്കാം. മിൻ ടേം ഈസ് ദി പ്രോഡക്റ്റ് ഓഫ് ലിറ്ററൽസ്. അപ്പോൾ ലിറ്ററൽ എന്താണെന്ന് നോക്കിയിട്ടുണ്ടായിരുന്നു. ഒരു നോർമൽ ഫോമിലോ അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റ് ഫോമിലോ ഉള്ള ഒരു ബൈനറി വേരിയബിളിനെയാണ് ലിറ്ററൽസ് എന്ന് പറയുന്നത്. ഓക്കെ, വേരിയബിൾ അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ്. അപ്പോൾ മിൻ ടേംസ് എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ഓഫ് ലിറ്ററൽസ്. ഓക്കെ, മിൻ ടേംസ് എന്ന് വെച്ചാൽ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ലിറ്ററൽസ് ആണ് മിൻ ടേംസ് എന്ന് പറയുന്നത്. മിൻ ടേംസ് ആർ യൂസ്ഡ് ഇൻ ദി സം ഓഫ് പ്രോഡക്റ്റ്, ദാറ്റ് ഈസ് SOP ഫോം ഓഫ് എ ബൂളിയൻ ഫംഗ്ഷൻ. അതായത് ഒരു ബൂളിയൻ ഫംഗ്ഷൻ്റെ സം ഓഫ് പ്രോഡക്റ്റ് ഫോമിലാണ് നമ്മൾ സാധാരണയായിട്ട് മിൻ ടേംസ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ സം ഓഫ് പ്രോഡക്റ്റ് എന്താണെന്ന് നമ്മൾ പഠിക്കുന്നുണ്ട് ഈ ഒരു ക്ലാസ്സിൽ. സം ഓഫ് പ്രോഡക്റ്റും അതുപോലെ പ്രോഡക്റ്റ് ഓഫ് സമ്മും. അപ്പോൾ സം ഓഫ് പ്രോഡക്റ്റിലാണ് മിൻ ടേംസ് നോർമലായിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ മിൻ ടേംസ് എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ഓഫ് ലിറ്ററൽസിനെയാണ് മിൻ ടേംസ് എന്ന് പറയുന്നത്. സം ഓഫ് പ്രോഡക്റ്റ് ഫോമിലാണ് മിൻ ടേംസ് യൂസ് ചെയ്യുന്നത്. ഇനി അതിന് എക്സാമ്പിൾ നോക്കാം. കൺസിഡർ ടു ബൈനറി വേരിയബിൾസ് എ ആൻഡ് ബി കമ്പൈൻഡ് വിത്ത് ആൻഡ് ഓപ്പറേഷൻ. അതായത് രണ്ട് ബൈനറി വേരിയബിൾസ് ആണ് എയും ബിയും. ഓക്കെ, അപ്പോൾ ഇത് ആൻഡ് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പോസിബിൾ കോമ്പിനേഷൻസ് ഏതൊക്കെയാണ്? ആൻഡ് ഓപ്പറേഷൻ യൂസ് ചെയ്തിട്ട് രണ്ട് ബൈനറി വേരിയബിൾസിനെ നമുക്ക് എങ്ങനെയെല്ലാം റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? എ ബി, അതുപോലെ എ ബി കോംപ്ലിമെൻറ്റ്, എ കോംപ്ലിമെൻറ്റ് ബി, എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ്. ഇത്രയും പോസിബിലിറ്റിയാണ് രണ്ട് ബൈനറി വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നത്. ഓക്കെ, അതായത് n വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് 2n ഡിഫറെൻറ്റ് മിൻ ടേംസ് നമുക്ക് ഫോം ചെയ്യാൻ പറ്റും. ഇവിടെ രണ്ട് വേരിയബിൾസ് ആയതുകൊണ്ട് 2 ദാറ്റ് ഈസ് 4 ഡിഫറെൻറ്റ് മിൻ ടേംസ് നമുക്ക് ഫോം ചെയ്യാം. അപ്പോൾ എയും ബിയും രണ്ട് വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന മിൻ ടേംസ് ആണ് എ ബി, എ ബി ബാർ, എ ബാർ ബി, എ ബാർ ബി ബാർ. ഓക്കെ, അപ്പോൾ ഇതാണ് എന്ത് പറയുന്നത്? പ്രോഡക്റ്റ് ഓഫ് ലിറ്ററൽസ് എന്ന് പറയുന്നത്. ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് ലിറ്ററൽസ് ആണ് മിൻ ടേംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 0, സി ഈക്വൽ ടു 1 എടുക്കുകയാണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് മിൻ ടേംസ് എന്ന് പറയുന്നത് എ ബി കോംപ്ലിമെൻറ്റ് സി എന്നാണ്. ഓക്കെ, അതായത് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് അതിൻ്റെ നോർമൽ ഫോമും 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കോംപ്ലിമെൻറ്റ് ഫോമാണ് എടുക്കേണ്ടത്. ഇപ്പോൾ എയുടെ വാല്യൂ 1 ആയതുകൊണ്ട് എ എന്ന് തന്നെ എടുത്തു. ബിയുടെ വാല്യൂ 0 ആയതുകൊണ്ട് ഇതിൻ്റെ കോംപ്ലിമെൻ്റ് ആണ് എടുക്കേണ്ടത്, ദാറ്റ് ഈസ് ബി കോംപ്ലിമെൻറ്റ്. ദെൻ സി ഈക്വൽ ടു 1 ആയതുകൊണ്ട് സി എന്നെടുത്തു. അങ്ങനെ എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 0, സി ഈക്വൽ ടു 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടേം ആണ് എ ബി കോംപ്ലിമെൻറ്റ് സി എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ മിൻ ടേംസും മാക്സ് ടേംസും ഒരുമിച്ച് കാണുമ്പോൾ അത് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കുന്നതിനായിട്ട് വ്യക്തമായി മനസ്സിലാക്കി പഠിക്കാം. മിൻ ടേംസ് എന്ന് വെച്ചാൽ എന്താണ്? പ്രോഡക്റ്റ് ഓഫ് ലിറ്ററൽസ് ആണ്. ലിറ്ററൽസിൻ്റെ പ്രോഡക്റ്റ് ആണ് മിൻ ടേംസ് എന്ന് പറയുന്നത്. സം ഓഫ് പ്രോഡക്റ്റിലാണ് മിൻ ടേംസ് യൂസ് ചെയ്യുന്നത്. രണ്ട് ബൈനറി വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഫോം ചെയ്യാൻ പറ്റുന്ന മിൻ ടേംസ് ആണ് എ ബി കോംപ്ലിമെൻറ്റ്, എ കോംപ്ലിമെൻറ്റ് ബി, എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ്. അതായത് n വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് 2n ഡിഫറെൻറ്റ് മിൻ ടേംസ് ആണെങ്കിലും മാക്സ് ടേംസ് ആണെങ്കിലും ഫോം ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ വാല്യൂസ് തന്നിട്ട് ബൈനറി വാല്യൂസ് തന്നിട്ട് അതിന് മിൻ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നോർമൽ ഫോമും 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കോംപ്ലിമെൻറ്റ് ഫോമിലാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് മിൻ ടേംസിനെ കുറിച്ച്. ഇനി നമുക്ക് ഒരു ടേബിൾ പരിചയപ്പെടാം. അതിൽ ആദ്യത്തെ റോയിൽ ആദ്യത്തെ കോളത്തിൽ എ ബി. ഓക്കെ, എ ബി രണ്ട് വേരിയബിൾസ് ആയതുകൊണ്ട് അതിന് 4 പോസിബിലിറ്റീസ് ആണുള്ളത്. 0 0, 0 1, 1 0, 1 1. ഓക്കെ,
ഇനി കറസ്പോണ്ടിങ് മിൻ ടേംസ് ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ 0 ആണെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റ് ഫോമും 1 ആണെങ്കിൽ നോർമൽ ഫോമിലാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എയുടെ വാല്യൂ 0, ബിക്ക് 0 ആണെങ്കിൽ കറസ്പോണ്ടിങ് മിൻ ടേംസ് എന്ന് പറയുന്നത് എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ് എന്ന് വരും. 0, 1 ആണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് ബി എന്ന് വരും. 1, 0 ആണെങ്കിൽ എ ബി കോംപ്ലിമെൻറ്റ് എന്ന് എഴുതാം. 1, 1 ആണെങ്കിൽ എ കോംപ്ലിമെൻറ്റ് ബി കോംപ്ലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ മിൻ ടേംസ് എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ടേംസ് ആണ്. ഇനി നൊട്ടേഷൻസ് നോക്കൂ. മിൻ ടേംസിനെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സ്മോൾ ലെറ്റർ എം ആണ് യൂസ് ചെയ്യുന്നത്. മാക്സ് ടേം ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്ററിൽ എം ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി M0, M1, M2, M3 ഇതിൽ 0, 1, 2, 3 എന്നുള്ളത് എവിടെ നിന്നാണ് കിട്ടിയിരിക്കുന്നത് നോക്കാം. ഇപ്പോൾ എ ബിയുടെ വാല്യൂ 0, 0 ആണെങ്കിൽ 0, 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ റെപ്രസെൻറ്റേഷൻ 0 ആണ്. ഓക്കെ, അടുത്ത നെക്സ്റ്റ് നോക്കൂ. എക്ക് 0യും ബിക്ക് 1ഉം. ഓക്കെ, അപ്പോൾ 0, 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ആണ് 1 എന്ന് പറയുന്നത്. നെക്സ്റ്റ് വാല്യൂ, അടുത്ത വാല്യൂ എന്ന് പറയുന്നത് 1, 0 ആണ്. അപ്പോൾ 1, 0ൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ നൊട്ടേഷൻ ആണ് 2. നെക്സ്റ്റ് 1, 1 എടുക്കുകയാണെങ്കിൽ, ഓക്കെ, 1, 1 ആണെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ഡെസിമൽ റെപ്രസെൻറ്റേഷൻ ആണ് 3 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഇവിടെ 0, 1, 2, 3 എന്ന് നൊട്ടേഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ ഈ ഒരു ടേബിളിൽ നമുക്ക് കാണാൻ പറ്റുന്നത് എ ബി എന്നുള്ള 2 ബൈനറി വേരിയബിൾസ് ആണ്. അതിൻ്റെ പോസിബിലിറ്റി 4 പോസിബിൾ കോമ്പിനേഷൻസ് ആണുള്ളത്. അതിൻ്റെ കറസ്പോണ്ടിങ് മിൻ ടേംസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ അതിൻ്റെ നൊട്ടേഷൻസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മിൻ ടേംസ് എന്ന് പറഞ്ഞാൽ എപ്പോഴും മനസ്സിലാക്കുക, 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് കോംപ്ലിമെൻറ്റ് ഫോമും 1ന് കറസ്പോണ്ടിങ് ആയിട്ട് നോർമൽ ഫോമിലാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. പിന്നെ നൊട്ടേഷനായിട്ട് സ്മോൾ ലെറ്റർ എം യൂസ് ചെയ്യുന്നു. അതിലെ 0, 1, 2, 3 എന്നുള്ളത് എന്തിനാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? എ ബി എന്നുള്ള വാല്യൂ. ഓക്കെ, എ ബിൻ്റെ എന്താണ് വാല്യൂ വരുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ വാല്യൂ. ഓക്കെ, ബൈനറിക്ക് കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ ആണ് ഇത് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത് നമുക്ക് മാക്സ് ടേം നോക്കാം. അപ്പോൾ മിൻ ടേംസ് എന്ന് പറയുന്നത് എന്താണെന്ന് പറഞ്ഞു? പ്രോഡക്റ്റ് ഓഫ് ലിറ്ററൽസ് ആണെന്ന് പറഞ്ഞു അല്ലേ. അതുപോലെ മാക്സ് ടേം എന്ന് പറയുന്നത് സം ഓഫ് ലിറ്ററൽസ് ആണ്. ഓക്കെ, വേരിയബിൾസ് അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റിനെയാണ് നമ്മൾ ലിറ്ററൽസ് എന്ന് പറയുന്നത്. അങ്ങനെ സം ഓഫ് വേരിയബിൾസ് അല്ലെങ്കിൽ അതിൻ്റെ കോംപ്ലിമെൻറ്റിൻ്റെ സമ്മിനെയാണ് എന്ത് പറയുന്നത്? മാക്സ് ടേം എന്ന് പറയുന്നത് കേട്ടോ. ഇപ്പോൾ മാക്സ് ടേം ആർ യൂസ്ഡ് ഇൻ പ്രോഡക്റ്റ് ഓഫ് സം, ദാറ്റ് ഇസ് POS ഫോം ഓഫ് എ ബൂളിയൻ ഫംഗ്ഷൻ. ഒരു ബൂളിയൻ ഫംഗ്ഷൻ്റെ പ്രോഡക്റ്റ് ഓഫ് സം ഫോമിലാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുന്നത്? മാക്സ് ടേംസ് യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് എക്സാമ്പിൾ നോക്കാം. 2 ഫംഗ്ഷൻസ്, ഓക്കെ, ഒരു 2 വേരിയബിൾസ് വരുന്ന ഒരു ഫംഗ്ഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ, അതായത് എ ബി എന്നുള്ള 2 വേരിയബിൾസിനെ ഓർ ഓപ്പറേഷൻ വെച്ചിട്ട് നമ്മൾ കമ്പൈൻ ചെയ്യുകയാണെങ്കിൽ പോസിബിൾ കോമ്പിനേഷൻസ് ഏതൊക്കെ വരാം? എ പ്ലസ് ബി വരാം, എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് വരാം, എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി വരാം, എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ്. ഇതൊക്കെയാണ് പോസിബിൾ കോമ്പിനേഷൻസ്. നേരത്തെ പറഞ്ഞ പോലെ n വേരിയബിൾസ് ആണെങ്കിൽ 2n പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. അപ്പോൾ അത് വെച്ച് നമുക്ക് 4 മിൻ ടേംസ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, മാക്സ് ടേംസ് ആണ് കേട്ടോ, മിൻ ടേംസ് അല്ല, മാക്സ് ടേംസ് ആണ്. ദെൻ അടുത്ത റോയിൽ നോക്കൂ. എ ഈക്വൽ ടു 1, ബി ഈക്വൽ ടു 0, സി ഈക്വൽ ടു 1 ആണെങ്കിൽ കറസ്പോണ്ടിങ് മാക്സ് ടേം ആണ്. മിൻ ടേം എന്നാണ് ഞാൻ എഴുതിയിരിക്കുന്നത്, അതൊന്ന് തിരുത്തുക. ഓക്കെ, അപ്പോൾ മാക്സ് ടേം എന്ന് പറയുന്നത് എന്ത് വരും? എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ 1 ആണെങ്കിൽ കോംപ്ലിമെൻറ്റ് ഫോം മാക്സ് ടേമിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ 1നെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് കോംപ്ലിമെൻറ്റും 0നെ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് നോർമൽ ഫോമാണ് എടുക്കേണ്ടത്. അങ്ങനെ എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി പ്ലസ് സി കോംപ്ലിമെൻറ്റ് എന്ന് കിട്ടും. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ മാക്സ് ടേം എന്ന് വെച്ചാൽ എന്താണ്? സം ഓഫ് ലിറ്ററൽസ് ആണെന്നും മിൻ ടേംസ് എന്ന് പറയുന്നത് പ്രോഡക്റ്റ് ഓഫ് ലിറ്ററൽസ് ആണെന്നും മനസ്സിലാക്കുക. പിന്നെ 0യും 1നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് മാക്സ് ടേമിലും മിൻ ടേമിലും എങ്ങനെയാണെന്നും മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമുക്ക് ടേബിൾ നോക്കാം. എ ബി എന്നുള്ള 2 വേരിയബിൾസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാക്സ് ടേമും അതിൻ്റെ നൊട്ടേഷനും ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 0, 0 ആണെങ്കിൽ അതിന് കറസ്പോണ്ടിങ് മാക്സ് ടേം എന്ന് പറയുന്നത് എ പ്ലസ് ബി ആണ്. അപ്പോൾ ഈ മാക്സ് ടേം എഴുതുന്ന സമയത്ത് 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് നോർമൽ ഫോമാണ് കൊടുക്കേണ്ടത്, 1ന് കറസ്പോണ്ടിങ് ആയിട്ട് കോംപ്ലിമെൻറ്റ് ഫോമാണ്. അങ്ങനെ എ പ്ലസ് ബി അതിൻ്റെ നൊട്ടേഷൻ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്റർ വെച്ചിട്ടാണ് മാക്സ് ടേംസ് നൊട്ടേറ്റ് ചെയ്യുന്നത്, റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പിന്നെ M0. ഇനി 0, 1 ആണെങ്കിൽ എ പ്ലസ് ബി കോംപ്ലിമെൻ്റ് എന്ന് വരും. M1 ആണ്. ഓക്കെ, ഇതിനെ നൊട്ടേറ്റ് ചെയ്യുന്നത് M1 എന്ന് പറഞ്ഞിട്ടാണ്. കാരണം എന്താണ്? 0, 1ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ ഇക്വലൻറ്റ്. നെക്സ്റ്റ് 1, 0 ആണെങ്കിൽ ക്യാപിറ്റൽ M2 ആണ്. അതിൻ്റെ മാക്സ് ടേം എന്ന് പറയുന്നത് എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി വരും. 1, 1 ആണെങ്കിൽ എ പ്ലസ് ബി, ദാറ്റ് ഈസ് M3 എന്ന് എഴുതാം. ഓക്കെ, ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് 3 വേരിയബിൾസിൻ്റെ 3 ബൂളിയൻ വേരിയബിൾസ് യൂസ് ചെയ്തിട്ടുള്ള എ ബി സി എന്നുള്ള 3 വേരിയബിൾസ് ആണ്. ഓക്കെ, ദെൻ അത് യൂസ് ചെയ്തിട്ട് നമുക്ക് മിൻ ടേംസും മാക്സ് ടേംസും എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം എന്നാണ് ഈ ഒരു ടേബിളിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ള വേരിയബിൾസ് നോക്കൂ, XYZ ആണ് കേട്ടോ. ഓക്കെ, എ ബി സി അല്ലെങ്കിൽ XYZ എടുക്കാം. XYZ. അപ്പോൾ 3 വേരിയബിൾസ് യൂസ് ചെയ്തിട്ട് നമുക്ക് എത്ര കോമ്പിനേഷൻസ് പോസിബിൾ ആണ്? 2 പവർ 3. ഓക്കെ, ദാറ്റ് ഈസ് 8 കോമ്പിനേഷൻസ് പോസിബിൾ ആണ്. 3 ഡിജിറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് 8 കോമ്പിനേഷൻസ് പോസിബിൾ ആണ്.
ഓക്കെ, അങ്ങനെ എക്സ് വൈ സെഡിൻ്റെ ഡിഫറെൻറ്റ് വാല്യൂസ് ആണ് കൊടുത്തിട്ടുള്ളത്. 0 0 0 എടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് മിൻ ടേംസ് എന്ന് പറയുന്നത് എന്ത് വരും? മിൻ ടേംസിൽ കോംപ്ലിമെൻറ്റ് ഫോമാണ് 0 റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ എക്സ് കോംപ്ലിമെൻറ്റ് ഡോട്ട് വൈ കോംപ്ലിമെൻറ്റ് ഡോട്ട് ഇസഡ് കോംപ്ലിമെൻറ്റ് എന്ന് വരും. കാരണം മിൻ ടേംസ് എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ടേംസ് ആണല്ലോ. അപ്പോൾ പ്രോഡക്റ്റ് ചെയ്യാം. ഓക്കെ, മൾട്ടിപ്ലൈ ചെയ്യാം. ദെൻ മാക്സ് ടേം എന്ന് പറയുമ്പോൾ എന്താണ്? ആഡ് ചെയ്യാണ് ചെയ്യേണ്ടത് അല്ലെ? അഡീഷനാണ് അവിടെ പെർഫോം ചെയ്യേണ്ടത്. സം ഓഫ് ടേംസ് ആണ് മാക്സ് ടേംസ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് പ്ലസ് വൈ പ്ലസ് ഇസഡ് എടുക്കുന്നു. ഓക്കെ, 0 0 0 എന്ന് പറയുമ്പോൾ മാക്സ് ടേമിൽ അവിടെ എന്താണ്? നോർമൽ ഫോമാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെയും കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിൻ ടേംസും മാക്സ് ടേംസും ഫൈൻഡ് ചെയ്യാം. ഇപ്പോൾ എക്സാമ്പിളായിട്ട് 1 1 0 എടുക്കുകയാണെങ്കിൽ, ഏറ്റവും ലാസ്റ്റ് വരുന്ന 1 1 0 എടുക്കുകയാണെങ്കിൽ അതിലെ മിൻ ടേംസ് എങ്ങനെ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും? 1നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഏത് ഫോമാണ്? നോർമൽ ഫോമും അതുപോലെ 0 റെപ്രസെൻറ്റ് ചെയ്യുന്ന കോംപ്ലിമെൻറ്റ് ഫോമാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മിൻ ടേംസ് എന്ന് പറയുന്നത് എക്സ് ഡോട്ട് വൈ ഡോട്ട് ഇസഡ് ബാർ എന്ന് കിട്ടും. ഓക്കെ, എക്സ് ഡോട്ട് വൈ ഡോട്ട് ഇസഡ് ബാർ M6 ആണ്. കാരണം 1 1 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എന്താണ്? 1 1 0ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബൈനറി എന്ന് പറയുന്നത് 6 ആണ്. അതുകൊണ്ടാണ് M6 കേട്ടോ. സ്മോൾ ലെറ്റർ M6 ആണ് മിൻ ടേംസിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. മാക്സ് ടേം ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ M6 ആണ്. അപ്പോൾ അതിനെ നമുക്ക് എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം? 1 എന്നുള്ളത് കോംപ്ലിമെൻറ്റ് ഫോമാണ്. അതുകൊണ്ട് എക്സ് കോംപ്ലിമെൻറ്റ് നോക്കുക, എക്സ് കോംപ്ലിമെൻറ്റ് പ്ലസ് വൈ കോംപ്ലിമെൻറ്റ് പ്ലസ് ഇസഡ് വരും മാക്സ് ടേമിൽ. സം ഓഫ് ടേംസ് ആണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടേബിൾ മനസ്സിലാക്കി വെക്കുക. 2 വേരിയബിൾസിൻ്റെയും 3 വേരിയബിൾസിൻ്റെയും മിൻ ടേംസും മാക്സ് ടേമും ഫൈൻഡ് ചെയ്യാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത് രണ്ടും കൂടി കൺഫ്യൂഷൻ ആവരുത്, പ്രത്യേകം മനസ്സിലാക്കി വയ്ക്കുക. മിൻ ടേംസ് എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ആണ്, മാക്സ് ടേം എന്ന് വെച്ചാൽ സം ആണ്. ഓക്കെ, മിൻ ടേംസിൽ 1നെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്? 1 എന്ന് പറയുന്നത് നോർമൽ ഫോമും 0 എന്ന് പറയുന്നത് കോംപ്ലിമെൻറ്റ് ഫോം ആണെങ്കിൽ മാക്സ് ടേമിൽ നേരെ തിരിച്ചാണ് ഇതിൻ്റെ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വയ്ക്കുക. ഇനി അടുത്ത് പറയാൻ പോകുന്നത് കാനോണിക്കൽ ഫോം എന്താണെന്നാണ്. A Boolean expression consisting entirely either min terms or max terms is called canonical form. അതായത് മിൻ ടേംസ് മാത്രം ഉള്ളത് അല്ലെങ്കിൽ മാക്സ് ടേംസ് മാത്രം ഉൾപ്പെടുന്ന ബൈനറി എക്സ്പ്രഷൻസിനെയാണ് എന്ത് പറയുന്നത്? കാനോണിക്കൽ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, ഒന്നല്ലെങ്കിൽ മിൻ ടേംസ് മാത്രം അല്ലെങ്കിൽ മാക്സ് ടേംസ് മാത്രം അത്തരത്തിലുള്ള ഫോംസിനെയാണ് കാനോണിക്കൽ ഫോം എന്ന് പറയുന്നത്. എ ബൂളിയൻ എക്സ്പ്രഷൻ ക്യാൻ ബി റെപ്രസെൻറ്റഡ് ഇൻ 2 കാനോണിക്കൽ ഫോംസ്. ബൂളിയൻ എക്സ്പ്രഷൻ നമുക്ക് 2 കാനോണിക്കൽ ഫോംസിൽ റെപ്രസെൻറ്റ് ചെയ്യാം. ആദ്യത്തേത് സം ഓഫ് മിൻ ടേംസും ദെൻ പ്രോഡക്റ്റ് ഓഫ് മിൻ ടേംസ്. ഓക്കെ, സം ഓഫ് മിൻ ടേംസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് മിൻ ടേംസ്. സം ഓഫ് മിൻ ടേംസിന് നമുക്ക് സം ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് SOP. പ്രോഡക്റ്റ് ഓഫ് മാക്സ് ടേംസ് എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ഓഫ് സം എന്ന് പറയുന്നത് ദാറ്റ് ഈസ് POS. മിൻ ടേംസ് എന്ന് വെച്ചാൽ പ്രോഡക്റ്റ് ടേം ആണ്, അതുകൊണ്ടാണ് സം ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്. മാക്സ് ടേം എന്ന് വെച്ചാൽ സം ടേം ആണ്, ദാറ്റ് ഈസ് പ്രോഡക്റ്റ് ഓഫ് സം. ഓക്കെ, അപ്പോൾ കാനോണിക്കൽ ഫോം എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ ഇനി അടുത്തത് നമുക്ക് സം ഓഫ് പ്രോഡക്റ്റും പ്രോഡക്റ്റ് ഓഫ് സം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ സം ഓഫ് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ എ ബൂളിയൻ എക്സ്പ്രഷൻ കൺസിസ്റ്റിംഗ് പ്യുവർലി മിൻ ടേംസ് ദാറ്റ് ഈസ് പ്രോഡക്റ്റ് ടേംസ് ഈസ് ദാറ്റ് ടു ബി ഇൻ കാനോണിക്കൽ സം ഓഫ് പ്രോഡക്റ്റ്. ഓക്കെ, കാനോണിക്കൽ സം ഓഫ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സം ഓഫ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു ബൂളിയൻ എക്സ്പ്രഷൻസിൽ മിൻ ടേംസ് മാത്രം ഉൾപ്പെടുന്ന ദാറ്റ് ഈസ് പ്രോഡക്റ്റ് ടേംസ് മാത്രം ഉൾപ്പെടുന്ന ബൂളിയൻ എക്സ്പ്രഷൻസ് ആണ് എന്ത് പറയുന്നത്? സം ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. SOP ഫോം ഈസ് എ സെറ്റ് ഓഫ് പ്രോഡക്റ്റ് ടേംസ് ദാറ്റ് ആർ ആഡഡ് ടുഗദർ. അതായത് സെറ്റ് ഓഫ് പ്രോഡക്റ്റ് ടേംസിനെ എന്ത് ചെയ്തിരിക്കുകയാണ്? ആഡ് ചെയ്തിരിക്കുന്നത്. ദാറ്റ് ഈസ് ഓർ ഓപ്പറേഷൻ പെർഫോം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നോക്കൂ, AB കോംപ്ലിമെൻറ്റ് C പ്ലസ് ABC പ്ലസ് A കോംപ്ലിമെൻറ്റ് BC. ഇതാണ് സം ഓഫ് പ്രോഡക്റ്റിന് എക്സാമ്പിൾ. നെക്സ്റ്റ് പ്രോഡക്റ്റ് ഓഫ് സം നോക്കൂ. എ ബൂളിയൻ എക്സ്പ്രഷൻ കൺസിസ്റ്റിംഗ് പ്യുവർലി മാക്സ് ടേംസ് ദാറ്റ് ഈസ് സം ടേംസ് ഈസ് സെറ്റ് ടു ബി ഇൻ കാനോണിക്കൽ പ്രോഡക്റ്റ് ഓഫ് സം. ഓക്കെ, അതായത് മാക്സ് ടേംസ് മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന അല്ലെങ്കിൽ സം ടേംസ് മാത്രം ഇൻക്ലൂഡ് ചെയ്യുന്ന ബൂളിയൻ എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, അതിനെയാണ് എന്ത് പറയുന്നത്? പ്രോഡക്റ്റ് ഓഫ് സം അല്ലെങ്കിൽ കാനോണിക്കൽ പ്രോഡക്റ്റ് ഓഫ് സം എന്ന് പറയുന്നത്. POS ഫോം ഈസ് എ സെറ്റ് ഓഫ് സം ദാറ്റ് ഈസ് മാക്സ് ടേംസ് ദാറ്റ് ആർ ആൻഡഡ് ടുഗദർ. മാക്സ് ടേംസിനെ ആൻഡ് ഓപ്പറേഷൻ പെർഫോം ചെയ്തിരിക്കുകയാണ്. മാക്സ് ടേംസ് എന്ന് വെച്ചാൽ എന്താണ്? സം ടേംസ് അല്ലേ? അതായത് വേരിയബിൾസ് ABC എന്നുള്ള ഇപ്പോൾ 2 വേരിയബിൾസ് എടുക്കണമെങ്കിൽ Aയും Bയും യൂസ് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് കോമ്പിനേഷൻസ് അതിനെന്ത് ചെയ്തിരിക്കുക? ആൻഡ് ചെയ്തിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അതിന് എക്സാമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. A പ്ലസ് B പ്ലസ് C ബാർ ഡോട്ട് A ബാർ പ്ലസ് B പ്ലസ് C ഡോട്ട് A ബാർ പ്ലസ് B പ്ലസ് C ബാർ. ഓക്കെ, അപ്പോൾ ഇവിടെ പ്രോഡക്റ്റ് ഓഫ് സംസ് എന്ന് വെച്ചാൽ എന്താണ്? പ്രോഡക്റ്റ് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ സമ്മുകളുടെ പ്രോഡക്റ്റ് ആണ് പ്രോഡക്റ്റ് ഓഫ് സം എന്ന് പറയുന്നത്. അതുപോലെ സം ഓഫ് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോഡക്റ്റുകളുടെ സം. അപ്പോൾ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ ABC ബാർ അല്ലെങ്കിൽ A ബാർ B
എ ബാർ ബി സി ഇതൊക്കെ പറയുന്നത് എന്താണ്? പ്രോഡക്റ്റ് ടേംസ് ആണ്, അല്ലെങ്കിൽ മിൻ ടേംസ് ആണ്. ആ മിൻ ടേംസിൻ്റെ സമ്മാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. പ്രോഡക്റ്റ് ഓഫ് സം എന്ന് വെച്ചാൽ സം ടേംസ്, ദാറ്റ് ഈസ് മാക്സ് ടേംസിൻ്റെ പ്രോഡക്റ്റും. അപ്പോൾ സം ഓഫ് പ്രോഡക്റ്റും പ്രോഡക്റ്റ് ഓഫ് സമ്മും എന്താണെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുറച്ച് പ്രോബ്ലംസ് ആണ്. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. എക്സ്പ്രസ് ദി ബൂളിയൻ ഫംഗ്ഷൻ എഫ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇസഡ് ആസ് എ സം ഓഫ് മിൻ ടേംസ്. ഓക്കെ, സം ഓഫ് മിൻ ടേംസ് അല്ലെങ്കിൽ സം ഓഫ് പ്രോഡക്റ്റിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, സം ഓഫ് പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ അവിടെ എന്താണ്? മിൻ ടേംസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ആ മിൻ ടേംസിനെ ആഡ് ചെയ്തിരിക്കുകയാണ്, അതായത് ഓർ ഓപ്പറേഷൻ അവിടെ പെർഫോം ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സം ഓഫ് മിൻ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കാനുള്ള കാര്യം, ഇതിൽ ഓരോ ടേംസും ഉണ്ടല്ലോ, സമ്മ് ചെയ്തിട്ടുള്ള ഓരോ ടേംസും എന്തായിരിക്കണം? മിൻ ടേംസ് ആയിരിക്കണം. അതായത് ഈ ഇക്വേഷനിൽ എത്ര വേരിയബിൾസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ അത്രയും വേരിയബിൾസ് ഓരോ ടേമിലും അവിടെ ഉണ്ടായിരിക്കണം. അതായത് എക്സ് വൈ ഇസഡ് എന്നീ 3 വേരിയബിൾസ് ആണ് ഈ ഒരു ഇക്വേഷനിൽ നമ്മൾ കാണാൻ കഴിയുന്നത്. എക്സ് വൈ ഇസഡ്. അപ്പോൾ ആദ്യത്തെ ടേം എന്ന് വെച്ചാൽ എക്സ് വൈ സെഡിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കണം. സെക്കൻഡ് ടേം എന്ന് വെച്ചാലും എന്താണ്? എക്സ് വൈ സെഡിൻ്റെ കോമ്പിനേഷൻ ആയിരിക്കണം. പക്ഷെ ഇതിൽ ഫസ്റ്റ് ടേം എക്സ് മാത്രമേ ഉള്ളൂ, വൈയും ഇസഡിൻ്റെയും ടേം അവിടെ ഇല്ല. സെക്കൻഡ് ടേമിലാണെങ്കിൽ വൈ സെഡ് മാത്രമേ ഉള്ളൂ, എക്സിൻ്റെ ടേം അവിടെ ഇല്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ സം ഓഫ് മിൻ ടേംസിൽ റെപ്രസെൻറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ, മിൻ ടേംസ് എന്ന് വെച്ചാൽ എന്താണ്? പ്രോഡക്റ്റുകളാണ്. ആ പ്രോഡക്റ്റ് ഇതിലകത്ത് ഏതെല്ലാം വേരിയബിൾസ് ഉണ്ടോ ആ വേരിയബിൾസ് ഓരോ ടേമിലും കാണണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ആദ്യത്തെ ടേം എടുക്കുകയാണെങ്കിൽ വൈയും ഇസഡും ഇല്ല, രണ്ടാമത്തെ ടേമിലാണെങ്കിൽ എക്സ് ഇല്ല. അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു ഫോർമാറ്റിലോട്ട് എത്തിക്കുകയാണ്. അതിനായിട്ട് എന്താ ചെയ്യാൻ പോകണമെന്ന് നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ എഫ് ഈക്വൽ ടു എക്സ് പ്ലസ് വൈ ഇസഡ്. ആദ്യത്തെ ടേം എടുത്താൽ എക്സ് മാത്രമേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഏതൊക്കെ മിസ്സിംഗ് ആണോ? വൈയും ഇസഡും മിസ്സിംഗ് ആണ്. അപ്പോൾ ഏത് ടേം മിസ്സിംഗ് ആണ്? ഇപ്പോൾ എ എന്നുള്ള ടേം മിസ്സിംഗ് ആണെങ്കിൽ അതിനെ എ പ്ലസ് എ കോംപ്ലിമെൻറ്റ് കൊണ്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. നോക്കിക്കോളൂ. ഇപ്പോൾ വൈയും ഇസഡും മിക്സിങ് ആയതുകൊണ്ട് നമ്മൾ വൈക്ക് പകരം വൈ പ്ലസ് വൈ ബാർ എന്നും ഇസഡിന് പകരം ഇസഡ് പ്ലസ് സെഡ് ബാർ എന്നും എടുക്കുന്നു. ഇസഡിന് പകരമല്ല, കാരണം നമുക്കറിയാം വൈ പ്ലസ് വൈ ബാർ അല്ലെങ്കിൽ എ പ്ലസ് എ ബാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് 1 ആണ്. ഓക്കെ, അപ്പോൾ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഈ ഇക്വേഷന് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. ഓക്കെ, ഈ ടേമിന് ചേഞ്ചസ് ഒന്നും വരുന്നില്ല. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് ടേമായ എക്സിനെ നമ്മൾ മിൻ ടേംസിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതിനായിട്ട് ഇതിൽ ഏതെല്ലാം മിസ്സിംഗ് ആണോ, വൈയും ഇസഡും മിസ്സിംഗ് ആയതുകൊണ്ട് വൈ പ്ലസ് വൈ കോംപ്ലിമെൻറ്റും ഇസഡ് പ്ലസ് ഇസഡ് കോംപ്ലിമെൻറ്റും കൂടി അതുപോലെ മൾട്ടിപ്ലൈ ചെയ്യാണ്. ഇത്രയും ക്ലിയർ ആണല്ലോ. അപ്പോൾ എങ്ങനെയാണ് സം ഓഫ് പ്രോഡക്റ്റിലോട്ട് കൺവേർട്ട് ചെയ്യാന്നാണ് പറയുന്നത്. മിസ്സിംഗ് ആയിട്ടുള്ളത് നമ്മളിവിടെ അഡീഷണൽ ആയിട്ട് ചെയ്തു കൊടുക്കുന്നു. പക്ഷേ ഇതുകൊണ്ട് ആ ഇക്വേഷന് യാതൊരുവിധ മാറ്റവും വരില്ല, കാരണം വാല്യൂ എന്താണ്? 1 ആണ്. ഒരു ടേമിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ യാതൊരുവിധ ചേഞ്ചസും ഉണ്ടാവില്ല. ഓക്കെ, ഇനി അടുത്ത് ചെയ്യാനുള്ളത് ഫസ്റ്റ് 2 ടേംസ് ഉണ്ടല്ലോ, എക്സും വൈ പ്ലസ് വൈ കോംപ്ലിമെൻറ്റും, ഇതിങ്ങനെ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യണം, ഒന്ന് എക്സ്പാൻഡ് ചെയ്യണം. എക്സിനെ വൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോൾ എക്സ് വൈ കിട്ടി. എക്സിനെ വൈ കോംപ്ലിമെൻറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അങ്ങനെ എക്സ് വൈ കോംപ്ലിമെൻറ്റും കിട്ടി. നെക്സ്റ്റ് ഇസഡ് പ്ലസ് സെഡ് കോംപ്ലിമെൻറ്റ് അവിടെ ഉണ്ട്. ക്ലിയർ ആണല്ലോ. അപ്പോൾ എക്സിനെ ഈ ഓരോ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. ഓക്കെ, ഇനി തേർഡ് സ്റ്റെപ്പ് നോക്കൂ. വീണ്ടും എന്ത് ചെയ്യുന്നു? ഇതിലെ ഓരോ ടേമിനെയും അടുത്ത സെഡ് പ്ലസ് സെഡ് ബാറിലെ ഓരോ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം എക്സ് വൈനെ സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അങ്ങനെ എക്സ് വൈ സെഡ് കിട്ടി. എക്സ് വൈനെ സെഡ് ബാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അങ്ങനെ എക്സ് വൈ സെഡ് ബാർ കിട്ടി. അടുത്ത് എക്സ് വൈ ബാറിനെ സെഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അപ്പോൾ എക്സ് വൈ ബാർ സെഡ് കിട്ടി. അടുത്ത് എക്സ് വൈ ബാർ സെഡ് ബാർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു, അങ്ങനെ എക്സ് വൈ ബാർ സെഡ് ബാർ കിട്ടി. ഓക്കെ, ക്ലിയർ ആണല്ലോ. അപ്പോൾ എന്താണ് ചെയ്തതെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നതിൽ ഓരോ ടേമിനെയും നെക്സ്റ്റ് ടേമിൽ ഓരോ ടേം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഇനി ഇത് നോക്കിക്കോളൂ. ഇപ്പോൾ ഓരോ ടേമിലും എന്താണ്? എല്ലാ ടേമും അവിടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. എക്സും വൈയും ഇസഡും എല്ലാത്തിലും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ടേമായ എക്സിനെ നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്തു? മിൻ ടേംസിൽ, അല്ലെങ്കിൽ രണ്ടും കൂടി കൺഫ്യൂഷൻ ആവുന്നു. ഓക്കെ, സം ഓഫ് മിൻ ടേംസ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത ടേമായ വൈ ഇസഡിനെ നോക്കുക കേട്ടോ. ഓക്കെ, വൈ ഇസഡിൽ നമ്മൾ ഇവിടെ മിസ്സിംഗ് ആയിരിക്കുന്നത് എക്സിൻ്റെ ടേമാണ് ആയതുകൊണ്ട് എക്സ് പ്ലസ് എക്സ് ബാർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് പ്ലസ് എക്സ് ബാർ ഇൻറ്റു വൈ ഇസഡ്. ഇനി എക്സ് പ്ലസ് എക്സ് ബാറിനെ വൈ ഇസഡ് കൊണ്ട് ഇതിലെ ഓരോ ടേമിനെയും വൈ ഇസഡിലെ ഓരോ വൈ ഇസഡ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എക്സ് ഇൻറ്റു വൈ ഇസഡ് ചെയ്തു, അപ്പോൾ എക്സ് വൈ ഇസഡ് കിട്ടി. ഓക്കെ, എക്സ് ഇൻറ്റു വൈ ഇസഡ് ചെയ്യുന്നു, ദെൻ എക്സ് ബാർ ഇൻറ്റു വൈ ഇസഡ് ചെയ്യുന്നു, അങ്ങനെ നമുക്ക് എക്സ് വൈ ഇസഡും എക്സ് ബാർ വൈ ഇസഡും കിട്ടി. ഓക്കെ, അപ്പോൾ 2 ടേംസിനെ എക്സിനെയും അതുപോലെ വൈ ഇസഡിനെയും നമ്മൾ എന്തിലോട്ട് കൺവേർട്ട് ചെയ്തു? മിൻ ടേംസിനെ സമ്മായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി എഫ് എന്ന് പറഞ്ഞാൽ എക്സ് പ്ലസ് വൈ ഇസഡ് ആണല്ലോ, ഇത് രണ്ടും കൂടി ആഡ് ചെയ്യണം. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ടിലും കോമൺ ആയിട്ട് വരുന്നതുണ്ടെങ്കിൽ അത് ഒരു പ്രാവശ്യം എടുത്താൽ മതി, 2 തവണ അവിടെ എഴുതേണ്ട ആവശ്യമില്ല. അങ്ങനെ എഴുതി റീപ്ലേസ് ചെയ്ത്, അങ്ങനെ എഴുതി ഒന്ന് റീഅറേഞ്ച് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ടേംസ് ആണ് എക്സ് ബാർ വൈ ഇസഡ്.
ഒരു ഓർഡറിൽ എഴുതിയിരിക്കുകയാണ്. എക്സ് ബാർ വൈ ഇസഡ്, നെക്സ്റ്റ് അടുത്തത് എക്സ് വൈ ബാർ ഇസഡ് ബാർ പ്ലസ് എക്സ് വൈ ബാർ ഇസഡ് പ്ലസ് എക്സ് വൈ ഇസഡ് ബാർ പ്ലസ് എക്സ് വൈ ഇസഡ്. ഓക്കെ, ഈ ടേംസിനെ എല്ലാം കൂടി എന്ത് ചെയ്തു, കമ്പൈൻ ചെയ്ത് എഴുതിയിരിക്കുകയാണ്. 1 2 3 4 5 6. ഓക്കെ, 6 ടേംസ് നമ്മൾ രണ്ടും കൂടി സെപ്പറേറ്റ് ചെയ്തപ്പോൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് എടുത്ത് വന്നപ്പോൾ എത്രയാണ്, 5 ടേംസ് മതി. കാരണം എക്സ് വൈ സെഡ് എന്നുള്ള 2 പ്രാവശ്യമോടെ റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊരു തവണ എടുത്തിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻ അനുസരിച്ചിട്ട് ഇത്രയേ ഉള്ളൂ എങ്കിൽ ഇതിൽ നമുക്ക് നിർത്താം. അതല്ല എങ്കിൽ ഇനി നോക്കൂ, വേറൊരു തരത്തിൽ നമുക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇവിടെ മിൻ ടേംസ് ആണ് ആയതുകൊണ്ട് നോക്കൂ, എക്സ് ബാർ എന്ന് പറഞ്ഞാൽ അത് സീറോനെയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ കോംപ്ലിമെൻറ്റ് ഫോമാണ് ഏത്, 0 എന്നുള്ളത് കോംപ്ലിമെൻറ്റ് ഫോമിനെയും നോർമൽ ഫോമിനെ 1 ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിന് പകരം റീപ്ലേസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ഈ സ്റ്റെപ്പിൽ കാണുന്നത് പോലെ 0യും 1 വെച്ച് റീപ്ലേസ് ചെയ്യുന്നു. എക്സ് ബാർ കണ്ട് കോംപ്ലിമെൻറ്റ് ഫോം കണ്ടാൽ അവിടെ 0യും നോർമൽ ഫോം കണ്ടാൽ 1 ആണ് ചെയ്യേണ്ടത്. അങ്ങനെ 0 1 1 1 0 0 1 0 1 1 1 0 1 1 1 ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിന് മിൻ ടേംസിൽ എങ്ങനെയാണ് നൊട്ടേഷൻ യൂസ് ചെയ്തിട്ട് എഴുതുന്നത് നോക്കൂ. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ വാല്യൂ അല്ലേ. അപ്പോൾ 0 1 1ന് കറസ്പോണ്ടിങ് ഡെസിമൽ വാല്യൂ 3 ആണ്. അപ്പോൾ സ്മോൾ ലെറ്റർ M3. 100 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡെസിമൽ 4 ആണ്, അതിനാൽ M4. നെക്സ്റ്റ് 101ന് കറസ്പോണ്ടിങ് ആയിട്ട് 5 ആണ്, അതിന് നമുക്ക് അപ്പോൾ M5 എന്ന് എഴുതി. തന്നെ M6 M7. ഓക്കെ, അപ്പോൾ ഈ ബൈനറിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്തിട്ട് എഴുതിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, സമ്മേഷൻ ബ്രാക്കറ്റിനകത്ത് 3 4 5 6 7 എന്ന് എഴുതാം. ഇതാണ് ഈ തന്നിരിക്കുന്ന ബൂളിയൻ എക്സ്പ്രഷൻ. ഓക്കെ, ബൂളിയൻ എക്സ്പ്രഷൻ എന്നാണ് പറയുന്നത്. ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഏത് മിൻ ടേംസിൻ്റെ സം അല്ലേ. ഓക്കെ, അതായത് സം ഓഫ് പ്രോഡക്റ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ സം ഓഫ് മിൻ ടേംസ്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഓപ്ഷനിൽ എങ്ങനെയാണോ അതിനനുസരിച്ച് ചെയ്യുക. ഓപ്ഷനിൽ നമ്പർ ഫോർമാറ്റിലാണെങ്കിൽ നമ്പർ എഴുതുക, ഇനി എക്സ്പ്രഷൻ ഫോർമാറ്റിലാണെങ്കിൽ ഈ ഒരു ഇതായിരിക്കും ചിലപ്പോൾ കാണുന്നതെങ്കിൽ ഇത് ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ തനിയെ ഒന്ന് ചെയ്ത് നോക്കണം. 4 വേരിയബിൾസ് ആണുള്ളത്, ABCD എന്നുള്ള 4 വേരിയബിൾസ് ഉണ്ട്. ആയതുകൊണ്ട് തന്നെ ഓരോ ടേമിലും ഏത് ടേമാണ് മിസ്സിങ് ആ ടേം പ്ലസ് അതിൻ്റെ കോംപ്ലിമെൻ്റ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് എക്സ്പാൻഡ് ചെയ്തിട്ട് ഫൈൻഡ് ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് ടേമിൽ A B ബാർ C ആണ്, നെക്സ്റ്റ് A ബാർ B ആണ്. അടുത്ത ടേമിൽ എല്ലാ വേരിയബിൾസും ഉണ്ട്, A B C ബാർ D ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇത് സോൾവ് ചെയ്തത് ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ചെയ്തതിന് ശേഷം വീഡിയോ പോസ് ചെയ്ത് വെച്ച് ചെയ്തതിന് ശേഷം ഈ കിട്ടുന്ന ആൻസറും നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ആൻസറും കറക്റ്റ് ആണോ എന്ന് വെരിഫൈ ചെയ്യുക കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. എക്സ്പ്രസ് ദി ബൂളിയൻ ഫംഗ്ഷൻ F ഈക്വൽ ടു A കോംപ്ലിമെൻറ്റ് പ്ലസ് B പ്ലസ് C കോംപ്ലിമെൻറ്റ് ഇൻറ്റു A പ്ലസ് C കോംപ്ലിമെൻറ്റ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് മാക്സ് ടേംസ്. ഓക്കെ, പ്രോഡക്റ്റ് ഓഫ് മാക്സ് ടേംസ് ആയിട്ടാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ POS ഫോമിലാണ് റെപ്രസെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ POS ഫോമിൽ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ എന്താണ് ചെയ്യേണ്ടത് നോക്കാം കേട്ടോ. POS ഫോം നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ്, പ്രോഡക്റ്റ് ഓഫ് മാക്സ് ടേംസിൻ്റെ പ്രോഡക്റ്റ്. ഓക്കെ, മാക്സ് ടേമുകളുടെ പ്രോഡക്റ്റ്. അപ്പോൾ ഫസ്റ്റ് ടേമിൽ ABC എന്നുള്ള 3 വേരിയബിൾസ് ഉണ്ട്, പക്ഷേ സെക്കൻഡ് ടേമിൽ എന്തില്ല, ആ 3 വേരിയബിൾ ഇല്ല അല്ലേ. 2 വേരിയബിൾ ഉള്ളൂ, Aയുടെയും Cയുടെയും ടേം മാത്രമേ ഉള്ളൂ, Bയുടെ ടേം ഇല്ല. ഓക്കെ, അപ്പോൾ ആ ടേമിൽ മാത്രം നമ്മൾ ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം കേട്ടോ. നോക്കൂ, സെക്കൻഡ് ടേമിൽ ബീൻ്റെ ടേം ഇല്ല, ആയതിനാൽ A പ്ലസ് C കോംപ്ലിമെൻറ്റിനെ B പ്ലസ് B കോംപ്ലിമെൻറ്റ് കൊണ്ട് നമ്മളവിടെ ആഡ് ചെയ്തിരിക്കുകയാണ്. ഓക്കെ, നേരത്തെ അവിടെ എന്തായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്, മൾട്ടിപ്ലൈ ചെയ്യാനല്ലേ, പക്ഷെ ഇവിടെ B പ്ലസ് B കോംപ്ലിമെൻറ്റ് കൊണ്ട് ആഡ് ചെയ്യുന്നു. അപ്പോൾ B പ്ലസ് B കോംപ്ലിമെൻറ്റ് 0 ആണെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ 0 കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ ഈ എക്സ്പ്രഷന് യാതൊരുവിധ ചേഞ്ചസും വരില്ല. ഓക്കെ, അതാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. ദെൻ ഇനി അടുത്ത സ്റ്റെപ്പിൽ ഫസ്റ്റ് ടേമിനെ ഒന്നും ചെയ്യേണ്ട, ഈ ടേമിനെ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പ്രകാരം നോക്കൂ, ഞാനൊരു എക്സാമ്പിൾ ഇവിടെ എഴുതാം. A പ്ലസ് BC ആണെങ്കിൽ, ഓക്കെ, A പ്ലസ് BC എന്ന ഫോർമാറ്റിലാണെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അവിടെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ A പ്ലസ് B, നോക്കൂ, A പ്ലസ് B ഇൻറ്റു A പ്ലസ് C എന്ന് വരും കേട്ടോ. ഇത് ഓർത്ത് വയ്ക്കുക, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ A പ്ലസ് BC ആണെങ്കിൽ A പ്ലസ് B ഇൻറ്റു A പ്ലസ് C എന്നാണ് വരുന്നത്. അപ്പോൾ ആ ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ആണ് അവിടെയും അപ്ലൈ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ടേമിനെ നമുക്ക് ഇങ്ങനെയാക്കി കൺവേർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് A പ്ലസ് C ബാർ പ്ലസ് A പ്ലസ് C ബാർ പ്ലസ് B ബാറിനെ A പ്ലസ് C ബാർ പ്ലസ് Bയും A പ്ലസ് C ബാർ ഉണ്ട് കേട്ടോ. ഓക്കെ, A പ്ലസ് C ബാർ പ്ലസ് B ബാർ എന്ന് എഴുതാം. ഓക്കെ, ദെൻ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത ടേമിൽ ഇതിന് ജസ്റ്റ് ഒന്ന് റീഅറേഞ്ച് ചെയ്തിരിക്കുകയാണ്. A കോംപ്ലിമെൻറ്റ് പ്ലസ് B പ്ലസ് C കോംപ്ലിമെൻറ്റ് ഇൻറ്റു A പ്ലസ് B പ്ലസ് C കോംപ്ലിമെൻറ്റ് ഇൻറ്റു A പ്ലസ് B കോംപ്ലിമെൻറ്റ് C കോംപ്ലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഇതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതിയിരിക്കുകയാണ്.
അപ്പോൾ ഇത് നമ്മുടെ എന്ത് ഫോർമുലയാണ്, POS ഫോർമുലയാണ്, ദാറ്റ് ഈസ് പ്രോഡക്റ്റ് ഓഫ് മാക്സ് ടേംസ് എന്നുള്ള ഫോർമുലയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. എക്സ്പ്രസ് ദി ബൂളിയൻ ഫംഗ്ഷൻ f ഈക്വൽ ടു AB പ്ലസ് A കോംപ്ലിമെൻറ്റ് C ആസ് എ പ്രോഡക്റ്റ് ഓഫ് മാക്സ് ടേംസ്. ഓക്കെ, അതെങ്ങനെ ചെയ്തിരിക്കും നോക്കൂ. ആദ്യം AB പ്ലസ് A കോംപ്ലിമെൻറ്റ് C എന്നാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇവിടെ നമ്മൾ ഇത് ഏത് ഫോർമാറ്റിലായിരിക്കുന്നത്, മിൻ ടേംസിൻ്റെ പ്രോഡക്റ്റും അല്ലേ, കാരണം മിൻ ടേംസ് എന്ന് പറയാം, പക്ഷെ അതിൽ സിയും ബിയൊക്കെ മിസ്സിംഗ് ആണ്. അപ്പോൾ നമ്മളിവിടെ ചെയ്യുന്നത്, ഇവിടെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ AB പ്ലസ് A കോംപ്ലിമെൻറ്റ് സിനെ AB പ്ലസ് A കോംപ്ലിമെൻ്റ് എന്നും AB പ്ലസ് C എന്നും മാറ്റി എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ പ്രകാരം AB പ്ലസ് A കോംപ്ലിമെൻറ്റ് സിനെ AB പ്ലസ് A കോംപ്ലിമെൻ്റ് എന്നും AB പ്ലസ് C എന്നും എഴുതിയിരിക്കുകയാണ്. ഓക്കെ, ദെൻ എഗെയിൻ വീണ്ടും എന്ത് ചെയ്യുന്നു, വീണ്ടും ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്തപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് നമുക്ക് കിട്ടി. ദാറ്റ് ഈസ് A പ്ലസ് A കോംപ്ലിമെൻറ്റ്, ദെൻ B പ്ലസ് A കോംപ്ലിമെൻറ്റ്, AB പ്ലസ് സിന് എങ്ങനെ എഴുതാം, A പ്ലസ് C B പ്ലസ് C. ഓക്കെ, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ നേരത്തെ പറഞ്ഞ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ AB പ്ലസ് A കോംപ്ലിമെൻറ്റിന് A പ്ലസ് A കോംപ്ലിമെൻറ്റ് ഇൻറ്റു B പ്ലസ് A കോംപ്ലിമെൻറ്റ്, അതുപോലെ AB പ്ലസ് സിന് A പ്ലസ് C ഇൻറ്റു B പ്ലസ് C. ഓക്കെ, A പ്ലസ് A കോംപ്ലിമെൻറ്റ് 1 ആണെന്ന് അറിയാം. അപ്പോൾ അതിനെ റീപ്ലേസ് ചെയ്തിട്ട് നമ്മൾ 1 എന്ന് മാറ്റുന്നു. ഓക്കെ, ഈ ടേം വേണ്ട. നെക്സ്റ്റ് അടുത്ത ടേം B പ്ലസ് B കോംപ്ലിമെൻറ്റ് A കോംപ്ലിമെൻറ്റ് A പ്ലസ് സിയും അതുപോലെ B പ്ലസ് C. ഇത്രയും ടേംസാണ് ഇതിൽ കിട്ടിയിരിക്കുന്നത്. ദെൻ ഇനി നെക്സ്റ്റ് ചെയ്തിരിക്കുന്നത്, ഇതിൽ ഓരോ ടേമും എടുത്തിട്ട് അതിന് നമ്മൾ സെപ്പറേറ്റ്, നേരത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ സെപ്പറേറ്റ് ചെയ്തിരിക്കുകയാണ്. അതായത് ആദ്യത്തെ ടേം എടുക്കുകയാണെങ്കിൽ A കോംപ്ലിമെൻറ്റ് പ്ലസ് B. ഓക്കെ, B പ്ലസ് A കോംപ്ലിമെൻറ്റ്, അതിന് നമ്മൾ A കോംപ്ലിമെൻറ്റ് പ്ലസ് B എന്ന് എഴുതി. അതിൽ സിയുടെ ടേം മിസ്സിംഗ് ആയതുകൊണ്ട് C പ്ലസ് C കോംപ്ലിമെൻറ്റ് അതിനോടൊപ്പം ആഡ് ചെയ്യുന്നു. ദെൻ വീണ്ടും ഇതിനെ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്തപ്പോൾ A കോംപ്ലിമെൻറ്റ് പ്ലസ് B പ്ലസ് C ഇൻറ്റു A കോംപ്ലിമെൻറ്റ് പ്ലസ് B പ്ലസ് C കോംപ്ലിമെൻറ്റ് എന്ന് കിട്ടി. അടുത്ത ടേം A പ്ലസ് സി ഉണ്ടല്ലോ, A പ്ലസ് സിയിൽ മിസ്സിംഗ് ആയിട്ടുള്ള ബി കോംപ്ലിമെൻറ്റ് കൊണ്ട് ആഡ് ചെയ്യുന്നു. ബി കോംപ്ലിമെൻറ്റ് ഇതിനോടൊപ്പം ആഡ് ചെയ്യുന്നു. ദെൻ ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്യുന്നു. അങ്ങനെ നമുക്ക് A പ്ലസ് B പ്ലസ് സിയും A പ്ലസ് B കോംപ്ലിമെൻറ്റ് പ്ലസ് സിയും കിട്ടി. തേർഡ് ടേം നോക്കൂ, ഇതിൽ B പ്ലസ് സി ആണ്. അപ്പോൾ B പ്ലസ് സിന് നമുക്ക് മിസ്സിംഗ് ആയിട്ടുള്ള എയുടെ ടേം മിസ്സിംഗ് ആയതുകൊണ്ട് A കോംപ്ലിമെൻറ്റ് ആഡ് ചെയ്യുന്നു. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ടീവ് ലോ അപ്ലൈ ചെയ്തപ്പോൾ B പ്ലസ് C പ്ലസ് A B പ്ലസ് C പ്ലസ് A കോംപ്ലിമെൻറ്റ് എന്ന് കിട്ടി. ദെൻ അതിനുശേഷം ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്തപ്പോൾ A പ്ലസ് B പ്ലസ് C A കോംപ്ലിമെൻറ്റ് പ്ലസ് B പ്ലസ് C എന്ന് കിട്ടി. ഓക്കെ, ഇനി നമ്മുടെ F ഈക്വൾ ടു AB പ്ലസ് A കോംപ്ലിമെൻറ്റ് C ഉണ്ടല്ലോ, അതിന് പകരമായിട്ട് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഈ 3 ടേംസും കൂടി ആഡ് ചെയ്ത് എഴുതി കൊടുക്കാം. അപ്പോൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടേം എടുക്കുകയാണെങ്കിൽ നോക്കൂ, ഫസ്റ്റ് ടേം എടുക്കുകയാണെങ്കിൽ A കോംപ്ലിമെൻറ്റ് പ്ലസ് B പ്ലസ് C എടുത്തിട്ടുണ്ട്. അതിൽ തന്നെ സെക്കൻഡ് ടേം ആണ് A കോംപ്ലിമെൻറ്റ് പ്ലസ് B പ്ലസ് C കോംപ്ലിമെൻറ്റ് എടുത്തു. ഇനി സെക്കൻഡ് ടേം എടുക്കുകയാണെങ്കിൽ ഇത് നോക്കുക, ഇതിൽ A പ്ലസ് B പ്ലസ് C ഉണ്ട്. ദെൻ A പ്ലസ് B കോംപ്ലിമെൻറ്റ് പ്ലസ് C ഉണ്ട്, അതും എടുത്തു. തേർഡ് ടേം എടുക്കുകയാണെങ്കിൽ A പ്ലസ് B പ്ലസ് C ആണ്, അത് നമുക്ക് എടുക്കേണ്ട, കാരണം ഓൾറെഡി ഇതിൽ നമ്മളത് കൺസിഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് വേണ്ട. അതിന് ശേഷമുള്ള A കോംപ്ലിമെൻറ്റ് പ്ലസ് B പ്ലസ് C എന്നുള്ള ടേം എടുത്തു. ഓക്കെ, അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ. അപ്പോൾ കറസ്പോണ്ടിങ് ബൂളിയൻ ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ഓഫ് മാക്സ് ടേംസ്, ദാറ്റ് ഈസ് POS ഫോമാണ് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇത് എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യാമെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഒന്നുകൂടി ഒന്ന് മനസ്സിലാക്കി പഠിക്കുക. കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച പിന്നെ കൺഫ്യൂഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ രണ്ടും കൂടി കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുള്ളൊരു സെക്ഷനാണിത്. വ്യക്തമായി മനസ്സിലാക്കി വെക്കുക. അപ്പോൾ ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ് നമുക്ക് അടുത്തൊരു ടോപ്പിക്ക് നോക്കാം. എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്യുക. ഓക്കെ, താങ്ക്